അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നി വിദ്യാഭ്യാസ ബോർഡ് 5ാം ക്ലാസ്സിലെ ഫിഖുൽ ഇസ്ലാം ഇതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി നിങ്ങളുടെ മുമ്പിൽ. തീർച്ചയായും ഇത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകരിക്കും. പൊതുപരീക്ഷയിൽ ഉന്നതമായ മാർക്ക് നേടാൻ സഹായിക്കും. അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തേത്, ശരി ഉത്തരത്തിൻ്റെ കോളത്തിൽ റൈറ്റ് അടയാളപ്പെടുത്തുക. 1. വിവാഹത്തിൻ്റെ പ്രധാന സുന്നത്തുകളിൽപ്പെട്ടതാണ് 2 സാക്ഷികൾ, മഹ്റം ആവാതിരിക്കുക, വലീമത്ത് നൽകുക. ഉത്തരം വലീമത്ത് നൽകുക. നെക്സ്റ്റ്, മുസ്ഹഫ് വാങ്ങുന്നവൻ പ്രത്യേകമുള്ള ഷർത്താണ്. മുസ്ഹഫ് വാങ്ങുന്നവന് പ്രത്യേകമുള്ള ഷർത്താണ്. മുക്കല്ലഫ് ആയിരിക്കുക, മുസ്ലിമായിരിക്കുക, പുരുഷനായിരിക്കുക. ഉത്തരം മുസ്ഹഫ് വാങ്ങുന്നവൻ പ്രത്യേകമുള്ള ഷർത്ത് മുസ്ലിമായിരിക്കുക. ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറ സ്ഥിതി ചെയ്യുന്നത് ബദറിൽ, ഉഹുദിൽ, ഖന്തക്കിൽ. ഉഹുദിലാണ് ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറ സ്ഥിതി ചെയ്യുന്നത് ഉഹുദിൽ. ഇനി നാലാമത്തത്, അയ്യാമത്തെ ശരീക്ക് രാപ്പാർക്കണം. അയ്യാമത്തെ ശരീക്കിൽ രാപ്പാർക്കണം. അറഫയിൽ, മുസ്ദലിഫയിൽ, മിനയിൽ. ഉത്തരം മിനയിൽ. അയ്യാമത്തെ ശരീക്കിൽ രാപ്പാർക്കണം മിനയിൽ. ഇനി അഞ്ചാമത്തേത് ചോദ്യം, മുമ്പുള്ള ഒരു വർഷത്തെ ദോഷം പൊറുക്കുന്ന നോമ്പ്. മുമ്പുള്ള ഒരു വർഷത്തെ ദോഷം പൊറുക്കുന്ന നോമ്പ്. മിഅറാജ്, അറഫ, ആശുറാ. ഉത്തരം ആശുറാ. മുഹറം 10. ഇനി 800 മില്ലി ലിറ്റർ, ഒരു സാവ്, ഒരു മുത്ത്, 4 മുത്ത്. ഉത്തരം ഒരു മുത്ത്. ഇനി ചേരുംപടി ചേർക്കുക. ഇരട്ടി സമ്പാദിക്കുന്നവരാണ് സകാത്ത് നൽകുന്നവർ. അല്ലേ? ഏറ്റവും ബുദ്ധിമാനും മാന്യനുമാണ് മരണത്തെ കൂടുതൽ ഓർക്കുന്നവർ. പരസ്പരം വിട്ടുവീഴ്ച ചെയ്യും ഭാര്യ ഭർത്താക്കന്മാർ. ഇടപാട് നടത്തുമ്പോൾ ഉണ്ടാവണം 2 സാക്ഷികൾ. സകാത്തിൻ്റെ അവകാശികളിൽപ്പെട്ടതാണ് യാത്രക്കാർ. ഇനി പൂരിപ്പിക്കുക. കച്ചവട സാധനങ്ങൾക്ക് വിലയുടെ %% സകാത്ത് കൊടുക്കണം. കച്ചവട സാധനങ്ങൾക്ക് വിലയുടെ 2.5% സകാത്ത് കൊടുക്കണം. ശവ്വാൽ മാസപ്പിറവി കാണുന്നതോടെ നിർബന്ധമാകും. ശവ്വാൽ മാസപ്പിറവി കാണുന്നതോടെ ഫിത്ർ സകാത്ത് നിർബന്ധമാകും. മസ്ജിദുൽ ഹറാമിലെ ഒരു റക്അത്തിന് പ്രതിഫലമുണ്ട്. മസ്ജിദുൽ ഹറാമിലെ ഒരു റക്അത്തിന് 1,00,000 പ്രതിഫലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ സാറ ഖബ്രി ശഫാഅതി, മൻ സാറ ഖബ്രി വജബത് ലഹു ശഫാഅതി. ഇനി നെക്സ്റ്റ്, ദുൽഹിജ്ജ അറഫ നോമ്പ് അനുഷ്ഠിക്കണം. ദുൽഹിജ്ജ 9 അറഫ നോമ്പ് അനുഷ്ഠിക്കണം. ബാറകല്ലാഹു ലക്കുമ വബാറക അലൈക്കുമ ഫി ഖൈർ.
ബാറക്കല്ലാഹു ലക്കുമ വബാറക അലൈക്കുമ വജമഅ ബൈനകുമ ഫി ഖൈർ. അങ്ങനെ ദുആ ചെയ്യണം. ഇനി ഒറ്റ വാക്കിൽ ഉത്തരമേതുക. മയ്യിത്ത് നിസ്കാരത്തിൽ എത്ര തക്ബീറുകളുണ്ട്? മയ്യിത്ത് നിസ്കാരത്തിൽ എത്ര തക്ബീറുകളുണ്ട്? 4 തക്ബീറുകളാണ്. സകാത്ത് നിർബന്ധമില്ലാത്ത ഒരു പഴം. സകാത്ത് നിർബന്ധമില്ലാത്ത ഒരു പഴം, ആപ്പിൾ. ആരോഗ്യമുണ്ടാവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ച ഒരു കാര്യം നോമ്പനുഷ്ഠിക്കുക. ആരോഗ്യമുണ്ടാവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ച ഒരു കാര്യം നോമ്പനുഷ്ഠിക്കുക. തവാഫ് ചെയ്യുമ്പോൾ കഅബ ഏതു ഭാഗത്താവണം? ഇടത് ഭാഗത്തായിരിക്കണം. തവാഫ് ചെയ്യുമ്പോൾ കഅബ ഇടത് ഭാഗത്തായിരിക്കണം. മസ്ജിദ് ആയിഷ റളിയല്ലാഹു അൻഹ സ്ഥിതി ചെയ്യുന്ന സ്ഥലമേത്? തൻഈമിലാണ് മസ്ജിദ് ആയിഷ ഉള്ളത്. കുട്ടികൾക്ക് വിൽക്കാൻ പാടില്ലാത്ത ഒരു വസ്തു. കുട്ടികൾക്ക് വിൽക്കാൻ പാടില്ലാത്ത ഒരു വസ്തു സ്വർണം. ഒറ്റവാചകത്തിൽ ഉത്തരമേതുക. മയ്യത്തിൻ്റെ കണ്ണുകൾ അടച്ചു കൂടുമ്പോൾ എന്ത് ചൊല്ലണം? മയ്യത്തിൻ്റെ കണ്ണുകൾ അടച്ചു കൂട്ടുമ്പോൾ എന്ത് ചൊല്ലണം? ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സകാത്ത് നൽകാത്തവർക്ക് പരലോകത്ത് ലഭിക്കുന്ന ഒരു ശിക്ഷ. സകാത്ത് നൽകാത്തവർക്ക് പരലോകത്ത് ലഭിക്കുന്ന ഒരു ശിക്ഷ. അവകാശികൾക്ക് നൽകാതെ സൂക്ഷിച്ച ധനം ചുട്ടുപഴുപ്പിക്കും. ഫിത്ർ സകാത്ത് കൊടുത്താൽ ലഭിക്കുന്ന നേട്ടമെന്ത്? നോമ്പിലുള്ള തെറ്റുകളെയും അനാവശ്യങ്ങളെയും ഫിത്ർ സകാത്ത് ശുദ്ധീകരിക്കൽ. അവകാശികൾക്ക് നൽകാതെ സൂക്ഷിച്ച ധനം ചുട്ടുപഴുപ്പിക്കൽ. ഫിത്ർ സകാത്ത് കൊടുത്താൽ ലഭിക്കുന്ന നേട്ടമെന്ത്? നോമ്പിലുള്ള തെറ്റുകളെയും അനാവശ്യങ്ങളെയും ഫിത്ർ സകാത്ത് ശുദ്ധീകരിക്കൽ, അല്ലേ? നോമ്പുകാർക്ക് 2 സന്തോഷമുണ്ട് എപ്പോഴെല്ലാം? നോമ്പ് തുറക്കുമ്പോഴും തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴും. മയ്യത്തിനെ ഖബറിൽ കിടത്തേണ്ട രൂപം: മുഖവും നെഞ്ഞും കിബിലയിലേക്ക് തിരിച്ച് വലതുവശത്തിൻ്റെ മേൽ കിടത്തണം. ഇനി ഉംറക്ക് എങ്ങനെ നിയത്ത് ചെയ്യണം? അറബിയിൽ നവൈത്തുൽ ഉംറത വ അഹ്റംതു ബിഹാ ലില്ലാഹി തആല. എല്ലാ വെള്ളിയാഴ്ചയും മാതാപിതാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്താൽ ലഭിക്കുന്ന പ്രതിഫലം ദോഷങ്ങൾ പൊറുക്കുകയും നല്ലവനായി രേഖപ്പെടുത്തുകയും ചെയ്യും. കുറിപ്പെഴുതുക. വിവാഹ ജീവിതം. വിവാഹം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. വിവാഹത്തിലൂടെ പുതിയ ഒരു കുടുംബം രൂപപ്പെടുകയാണ്. നിക്കാഹിൻ്റെ റുക്കുനുകൾ 6 വരൻ, വധു, രക്ഷിതാവ്, 2 സാക്ഷികൾ, ഈജാബ്, ഖബൂൽ എന്നിവയാണ്. വരനും വധുവും മുസ്ലിമാവുക, മഹ്റമാവാതിരിക്കുക, രക്ഷിതാവ് പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിമും ഫാസിഖല്ലാത്തവനുമായിരിക്കുക എന്നിവ നിക്കാഹിൻ്റെ ഷർത്തുകളാണ്. ഈ പറയപ്പെട്ട നിബന്ധനകൾ പാലിച്ച് കൊണ്ടാണ് നിക്കാഹ് നടത്തേണ്ടത്. അള്ളാഹു നിങ്ങളെ മക്കൾക്ക് നാഫിയായ ഉലൂമുകൾ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത്
സഹായിക്കുക, സഹകരിക്കുക. അള്ളാഹു എല്ലാവർക്കും ഖൈർ നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.